മറ്റ് വാർത്തകളിലേക്ക്. വിദേശത്ത് നിന്ന് എത്തിയ ലഹരി മരുന്നിനായി തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ പരിശോധന. കൊച്ചിയിൽ വിദേശ പാഴ്സലിൽ നിന്ന് LSD കണ്ടെടുത്തു. ഒമാനിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നുമാണ് പാഴ്സൽ അയച്ചത്. പാഴ്സൽ കൈപ്പറ്റേണ്ട ഒരാൾ കോഴിക്കോട് സ്വദേശിയാണ്. ഇയാളുടെ പക്കൽ നിന്ന് ഹാഷിഷ് ഓയിലും മറ്റ് ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. പൊതുവെ അത് പരാതി ഇങ്ങനെ വ്യാപകമായി ആയതിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ റെയ്ഡ് നടന്നിട്ടുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ എറണാകുളം ജില്ലയിലും അതിനെ സംബന്ധിച്ച് റെയ്ഡ് നടത്തി. പക്ഷേ റെയ്ഡിൻ്റെ സമയത്ത് നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഈ പരാതികളുടെ അടിസ്ഥാനത്തിലും അങ്ങനെ അവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടുള്ളത്. അത് തുടർന്നും അങ്ങനെയുള്ള പരിശോധനകൾ നടത്തും. അതിൻ്റെ ഒരു നടപടിക്രമം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലും അടുത്ത കാലത്തുണ്ടായ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒരു റെയ്ഡാണ്. അതിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കേസുകളൊന്നും കിട്ടിയതായിട്ട് എനിക്ക് അതിൻ്റെ അറിവിലില്ല. അത് സംസ്ഥാന തലത്തിലുള്ള അവിടെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ. തുടർന്നുള്ള പരിശോധന നമ്മളിപ്പോൾ ഒരു കേസ് കിട്ടുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇത് എവിടെ നിന്ന് വന്നതാണ്, ഇത് ആർക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം കാര്യമായിട്ടുണ്ടാകും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എറണാകുളമൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത കാലത്ത് കുറേയധികം കേസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഈ സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പല കോളേജുകളിലെയും ഹോസ്റ്റലുകൾ ഉൾപ്പെടെ നമ്മൾ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ബോധവൽക്കരണത്തോടൊപ്പം എന്ന് പറയുന്നത് അതിൻ്റെ അവിടെ ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി അതിൻ്റെ വിവരശേഖരണം നടത്തി അവരെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് അയക്കുന്നുണ്ട്. നമുക്ക് എറണാകുളത്ത് തന്നെ അതിൻ്റെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്. സംസ്ഥാന വ്യാപകമായിട്ട് മയക്കുമരുന്ന് പരിശോധന നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കോഴിക്കോട് നിന്നാണെങ്കിലും അങ്ങനെയൊരു വാർത്തയുണ്ട്. മാങ്കാവ് വൻലഹരി വേട്ട നടന്നിട്ടുണ്ട്. 82 LSD സ്റ്റാമ്പും 1.25 കിലോ ഹാഷിഷ് ഓയിൽ, 3 ഗ്രാം MDMA, 3 ഗ്രാം കൊക്കൈൻ എന്നിവയുമായി യുവാവ് കോഴിക്കോട്ട് മാങ്കാവിലും പിടിയിലായിട്ടുണ്ട്. മാങ്കാവ് സ്വദേശി ഫസലുദ്ദീനാണ് അവിടെ പിടിയിലായത്. ഇന്നലെയും വടകരയും കോഴിക്കോടുമായി 4ഇടത്തെ ടാറ്റു കേന്ദ്രങ്ങളിലും എക്സൈസ് പരിശോധന നടത്തിയിരുന്നു എന്നാണ് കോഴിക്കോട് നിന്ന് വിവരം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, സംസ്ഥാന വ്യാപകമായ പരിശോധന മയക്കുമരുന്നിന് വേണ്ടിയിട്ട് നടന്നു ഏതാണ്ട് ഒരേ സമയത്ത് എന്നല്ലേ മനസ്സിലാക്കുന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? സാധാരണഗതിയിൽ സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന ലഹരി മരുന്നുകൾ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ഗോവയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ എത്തുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. ഒപ്പം ശ്രീലങ്ക പോലുള്ള ഇടങ്ങളിൽ നിന്നും മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ വിദേശത്ത് നിന്നും, പ്രത്യേകിച്ച് നെതർലാൻഡ്സിൽ നിന്നും എത്തിച്ചിരുന്ന ഒപ്പം ഒമാനിൽ നിന്നും എത്തിച്ച കൊറിയർ പാക്കിനുള്ളിലാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കോഴിക്കോട് സ്വദേശിയുടെയും ഒരു തിരുവനന്തപുരം സ്വദേശിയായ ആളുടെയും പേരിലുള്ള കൺസൈൻമെൻറ്റുകളാണ് എത്തിയിരിക്കുന്നത്. 50 LSD അടങ്ങിയ ഒരു പാക്കറ്റ് വീതമുള്ള 5 കവറുകളാണ് പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ ആളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റൊരാളെ കൂടെ കസ്റ്റഡിയിലെടുക്കും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് വിവിധ ഇടങ്ങളിലേക്ക് കൈമാറപ്പെടും. അവിടെ നിന്നും പിന്നീട് മറ്റു പല ഭാഗങ്ങളിലേക്കും ചെറുപിരിവായി കൈമാറും എന്നാണ് എക്സൈസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ പരിശോധന സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ സംസ്ഥാനത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നോ ഇടങ്ങളിൽ നിന്നോ എത്തിക്കുന്ന മയക്കുമരുന്നാണ് വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ വിദേശത്ത് നിന്ന് തന്നെ കൊറിയറായി കൊച്ചിയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുക, പിന്നീട് അത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മാറ്റുക, വിപുലമായൊരു ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ എക്സൈസിൻ്റെ കണക്കൂട്ടൽ. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ പരിശോധനകൾ വരും മണിക്കൂറുകളിലും നടത്താനാണ് അധികൃതർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സനീഷ്.